ഈ സ്പോട്ടിലായിരുന്നു അവൻ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ബ്ലഡ് ചെയിൻസ് ആയിരുന്നു, ഒക്കെ മഴയൊക്കെ പെയ്ത് പോയതാണ്. ഫോറസ്റ്റുകാരുടെ ഭാഗത്ത് ഇല്ല, ഇതുവരെ ഒരു തരത്തിലും അവരാണ് ശരിക്കും പറഞ്ഞാൽ കൊന്നതാണ്. അവരുടെ ഭാഗത്ത് ഈ വീഴ്ച വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അവിടെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടാ. മാക്സിമം എല്ലാ ന്യൂസുകാരും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരും പറയുന്ന സത്യങ്ങളായിരുന്നില്ല. നിങ്ങളായിട്ട് ഈ ഇന്റർവ്യൂ ഷെയർ ചെയ്യാൻ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സത്യം അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. കൊമ്പ് കുത്തിയതാണ് അമ്മയുടെ ചെവി പോയത്. പക്ഷെ ഒരു സൈഡ് മാറിയിരുന്നെങ്കിൽ അമ്മയും പോയിട്ടുണ്ടാവും. ഇവിടെ ആയിരുന്നു. പിന്നെ അമ്മ അവിടെയാണ് കിടന്നത്, ആ കുറ്റിക്കാട്. ഇവിടെയാണ് അന്ന് മേടിച്ച വെളിച്ചെണ്ണയൊക്കെയാണ് ഇവിടെ, പാല് കവറും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ റോട്ടില് കിടന്ന് ന്യൂസുകാരെ അവർക്ക് ക്ലിപ്പ് എടുക്കാൻ വേണ്ടി എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടിട്ടുള്ളൂ. അമ്മ അവിടെ അവൻ ആ കല്ലിലുമാണ് കിടന്നത്. അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അമ്മ പിന്നെ അവിടുന്ന് ബോധം വന്നപ്പോഴാണ് അമ്മ നിരങ്ങി ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും ചെയ്യണം. ഇപ്പോഴും നമ്മളെ ഇവിടുന്ന് വെല്ലച്ചന്മാരുടെ മക്കളൊക്കെ ജോലിക്ക് പോണത്. അവര് 6 മണി 6:30 വരുമ്പോ അവർക്കൊക്കെ പേടിയാണ് ഇപ്പൊ ഈ വഴി വരാൻ. ഇനി ഇവിടെ ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. 1.5 ഏക്കറോളം സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് വാടക വീട് നോക്കുകയാണ്. കാരണം ഇനി എങ്ങനെ ഇവിടെ ഇരിക്കും? ഇപ്പൊ ഞങ്ങൾക്കൊരു വീടില്ല, ഒരു സ്ഥലമില്ല, ഒന്നുമില്ല. വാടകയും കൊടുത്ത് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആട് വെട്ടിത്തെളിക്കാൻ വേറെ റീസൺ ഉണ്ട്. ഫോറസ്റ്റുകാർ അതിന് അനുമതി കൊടുക്കില്ല. ഇല മറിക്കണമെങ്കിൽ അവർ വിചാരിക്കണം. കാരണം അവരുടെ സ്ഥലമല്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലം, നമ്മൾ വർഷങ്ങൾ കരമടച്ച സ്ഥലം, നമ്മൾ വാങ്ങിച്ച മണ്ണിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഞങ്ങള് അലനെയും അമ്മയും കാട്ടാന ആക്രമിച്ച ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ മാത്രമേ അലന്റെ വീട്ടിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. അപ്പം അന്ന് രാത്രിയിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ അഖിലും ആനും ഉണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നല്ലേ നടന്നിട്ടുണ്ടായിരുന്നത്? ഇവിടെ സ്ഥലം നമ്മൾ വന്നിട്ട് അമ്മ വിളിച്ചു പറഞ്ഞിട്ട് നമ്മളെ എത്തിയില്ലേ, ആ ഗ്യാപ്പിൽ ഇവിടുത്തെ ചേട്ടനെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഓടി വന്നിട്ട് അവര് അവിടെ നിന്ന് ടോർച്ച് അടിച്ച് നോക്കുമ്പോ അവൻ കല്ലിന്റെ അവിടെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു. ഈ സ്പോട്ടിലായിരുന്നു അവൻ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ബ്ലഡ് ചെയിൻസ് ആയിരുന്നു, ഒക്കെ മഴയൊക്കെ പെയ്ത് പോയതാണ്. ഈ കറക്റ്റ് ഈ കല്ലിന്റെ അവിടെ ആയിരുന്നു അവൻ കിടന്നിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ ആയിരുന്നു. പക്ഷെ അമ്മ ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മ അടുത്തുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മ ഫോണിന്റെ ടോർച്ച് ഇവിടെ ഉണ്ടായിരുന്നപ്പോ മേ ബി അവിടെ എവിടെയോ ആണ്. കാരണം അമ്മന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവിടെ ആയിരുന്നു തെറിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവ അവിടെ നിന്ന് നിരങ്ങി വന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഇതൊക്കെ ആന വന്ന വഴിയാ, ഇതുവഴിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അമ്മനെ ആന തട്ടിയത് ഇവിടെ നിന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓൾറെഡി 2-3 ആനയുള്ളതുകൊണ്ട് നമുക്ക് സത്യാവസ്ഥ എന്താ നടന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ 2-3 ആന ഉണ്ടായിരുന്നു. 3 ആന ഉണ്ടായിരുന്നു, അത് കൺഫേം ആണ്. 3 ആന ഉണ്ടായിരുന്നു, കൺഫേം ആണ്. അമ്മ കണ്ടു. അല്ല, 3 ആനയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവരെ ആക്രമിച്ചത് എത്ര ആനയാണെന്നൊന്നും അവർക്കും അറിയില്ല. 2 സൈഡിലാണ്. അവന് എന്തായാലും ഒരാളെ ആക്രമിക്കും, ഒരാളെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അവന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ എരടി വീണിട്ടുണ്ട്, കാല് പൊട്ടിയിട്ടുണ്ട്, മുട്ട് പൊട്ടിയിട്ടുണ്ട്. അവന് ബോഡി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ മൊത്തം ബ്ലഡ് ചെയിൻസ് ആയിരുന്നു. അമ്മ നമ്മളോട് തന്ന മൊഴി എന്ന് വെച്ചാൽ അമ്മ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് അവന്റെ അടുത്ത് വന്ന് ഫോൺ എടുത്ത് വിളിക്കുന്നത്. കാരണം അവന്റെ കയ്യിൽ നിന്ന് ടോർച്ച് അടിച്ചിട്ട് ഫോണ്, അവിടെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടാ. മാക്സിമം എല്ലാ ന്യൂസുകാരും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരും പറയുന്ന സത്യങ്ങളായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട്, കാരണം പലരും പറയുന്നത് കേക്ക് മുറിക്കാനും അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ അങ്ങനെ തോട്ടേ ഇല്ല. അവൻ ഒന്നാമത് വേറെ ആരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക, അവൻ അങ്ങനെ ചെയ്യില്ല. അവന് ആഘോഷങ്ങള് അങ്ങനെയൊന്നും പങ്കെടുക്കാത്തൊരു വ്യക്തിയാണ്. ഇത് ആ പ്ലാവാണ്, ഈ പ്ലാവിലാണ് ആന ചക്കയിടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആ പ്ലാവിന്ന് ചക്കയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവരാന. ഞങ്ങള് നിങ്ങളായിട്ട് ഈ ഇന്റർവ്യൂ ഷെയർ ചെയ്യാൻ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സത്യം അറിയട്ടെ എന്നോട്ടാണ്. ഓക്കെ, എല്ലാവർക്കും എത്ര അന്ന് വന്നു, ന്യൂസുകാർ വന്നു, അവന്റെ അടക്കം കഴിഞ്ഞത് അവര് പോയി, അതോടെ കെട്ടടങ്ങി. ഇനി ഇവിടെ ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് എന്നേ ഉള്ളൂ, അത് കത്തില്ല. ഇല്ല, അത് ഒരു പ്രാവശ്യം അവര് ശരിയാക്കി പോയി. പിന്നെ അത് പോയതിനു ശേഷം അത് കത്തലില്ല, അത് ഇതായി പോയി. കറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാലും സ്ട്രീറ്റ് ലൈറ്റിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് ദൂരെ നിന്നെങ്കിലും അവര് കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഓടാനെങ്കിലും ഒരു ഗ്യാപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ പോസ്റ്റിലാണ് ലൈറ്റ് ഉള്ളത്. അത് കഴിഞ്ഞ വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പോസ്റ്റ് ഉണ്ടോ അവിടെ ലൈറ്റ് ഉള്ളത്. ഈ 2 ലൈറ്റിലും ഇവിടെ രണ്ടവിടെയും കത്തൂല.
അപ്പൊ ഈ രണ്ടവിടെയാണ് കാട് പ്രദേശം. ഓക്കെ, പിന്നെ ഈ കാട് വെട്ടിത്തെളിക്കാൻ വേറെ റീസൺ ഉണ്ട്. ഫോറസ്റ്റുകാർ അതിന് അനുമതി കൊടുക്കില്ല. ഇവിടെ കാട് വെട്ടാന്നുണ്ടെങ്കിൽ അത് ഫോറസ്റ്റുകാർ വിചാരിക്കണം. ഒരു ഇല പറിക്കണമെങ്കിൽ അവർ വിചാരിക്കണം. പറിക്കാൻ പറ്റുള്ളൂ ഇവിടുന്ന്. കാരണം അവരുടെ സ്ഥലമല്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലം, നമ്മൾ വർഷങ്ങൾ കരവടച്ച സ്ഥലം, അവർ കേസിൽ കൊണ്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോയ സ്ഥലം. ഇത് അവസാനം നമുക്ക് അവിടെ ജീവിക്കാൻ, നമ്മൾ വാങ്ങിച്ച മണ്ണിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോ കേസൊക്കെ പാസ്സായി ജയിച്ചു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമുക്കിനി 7 മാസത്തിലുള്ള NOC കാര്യങ്ങൾ കിട്ടും. കിട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ആ ഒരു കാര്യം കാരണം നമുക്കിവിടെ റോഡില്ല, കുടിവെള്ളത്തിനൊരു പൈപ്പ് ലൈൻ പോലും ഇടാൻ പറ്റില്ല. പഞ്ചായത്തിൽ പോയി പരാതി ചെയ്യുമ്പോൾ അവർ വ്യക്തമായി പറയുന്നത് അവര് പറയുന്നു ഫോറസ്റ്റുകാരോട് ചോദിക്കുമ്പോൾ ഫോറസ്റ്റുകാർ പറയുന്നു പഞ്ചായത്ത് അനുവദിക്കില്ല. മരണ സമയത്ത് ഫോറസ്റ്റുകാർ കറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നമ്മളൊരു 2 ഇഞ്ചിന്റെ പൈപ്പ്, കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് ഇടാൻ വേണ്ടി സമ്മതിക്കാത്ത ആൾക്കാരാണ് ഈ പറയുന്ന ഫോറസ്റ്റുകാരൊക്കെ. പുറമെ പറയുമ്പോൾ എല്ലാവർക്കും അവർ ഔദ്യോഗികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഒരു വിചാരം, പക്ഷെ ഇത് ആൾത്താമസമുള്ള ജനവാസ മേഖലയാണ്. പക്ഷെ ഇവര് എസ്റ്റേറ്റുകളുണ്ട്, ഒരുപാട് പേര് ജോലിക്ക് വരാറുണ്ട്. തോട്ടങ്ങള്, റബ്ബർ തോട്ടങ്ങൾ, എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടേക്കൊന്നും നമുക്ക് വരാനോ, അവര് ഇവിടെ എന്തെങ്കിലും നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു പുല്ല് വെട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മരം വെട്ടണമെങ്കിൽ തന്നെ ഫോറസ്റ്റുകാരുടെ പെർമിഷൻ വേണം. ഞങ്ങളുടെ വീട്ടില് പ്രളയം വന്നിട്ട് മരം വീണു വീടിന്റെ മേളില്. മരം വീടിന്റെ മുകളിൽ വീണ് കഴിഞ്ഞപ്പോ അത് എടുത്തു മാറ്റാൻ ഒരാഴ്ചയായി. കാരണം അവര് ഫോറസ്റ്റുകാർ വന്ന് കണ്ടതിന് ശേഷം മാത്രമേ അത് എടുത്തു മാറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾ എടുത്തു മാറ്റി. പിന്നെ അന്നത്തോടെ എല്ലാ ന്യൂസുകാരും പോയി. പിന്നെ ഇതിനെ കുറിച്ച് ഒരു വാർത്ത പോലും, അത് കഴിഞ്ഞ് ഇവിടെ ആന ഇറങ്ങി, അതും ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇന്നലെയും ഇതേ സ്ഥലത്ത് ഇവിടെ ആന വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷം യാതൊരു വിധ ഫോറസ്റ്റുകാർ പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുക എന്നാൽ ഇതിന് വേണ്ടി അവര് പറഞ്ഞത് അവന്റെ അടക്കം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ റോഡ് ശരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ്. അന്ന് എങ്ങനെ കിടക്കണോ അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ കിടക്കണം. ഒരു മാറ്റം ഇവിടെ വന്നിട്ടില്ല. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇവിടെ വന്നിട്ടില്ല. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം സ്ട്രീറ്റ് ലൈറ്റ് മാറ്റാൻ പോലും ഉള്ള ഒരു ഇത് കാണിച്ചിട്ടില്ല അവര്. ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് റോഡെങ്കിലും ശരിയാക്കിയിരുന്നെങ്കിൽ ആൾക്കാർ വരും. ആൾക്കാർ വരുമ്പോ ആ ഒരു പ്രശ്നത്തില് വണ്ടികൾ വരും. അങ്ങനെയൊക്കെ ആകുമ്പോ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് വെളിച്ചമൊക്കെ കാണുമ്പോ ആനകൾക്കൊക്കെ പേടിയാണ്. അവരധികം അടുക്കൂല. വെളിച്ചമുള്ള ഭാഗത്തേക്ക് അവരധികം വരില്ല. കാരണം അവർക്ക് ആനകൾ ഉപദ്രവിച്ചിട്ടുണ്ടാവുക അവരുടെ മനസ്സിൽ അവരെ ഇനി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം. പക്ഷെ അതിന് പോലുള്ള ഒരു സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. പറഞ്ഞില്ലേ, അപ്പച്ചന്മാരെല്ലാം മരിച്ചത് അറ്റാക്ക് വന്നു. താഴെ വരെ ഞങ്ങളെ എടുത്തു കൊണ്ടുപോയി അവിടെ കൊണ്ട് നിർത്തി. വണ്ടി വരാൻ വൈകി, എത്തുന്നതിന് മുമ്പ് മരിച്ചു. ഒരു പക്ഷെ അന്ന് ഈ സൗകര്യം ഉണ്ടെങ്കിൽ അപ്പച്ചന്മാരൊന്നും ഇപ്പോഴും മരിക്കില്ലായിരുന്നു. അങ്ങനെ നമുക്കിവിടെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇപ്പോഴും അവര് മേടിച്ചിട്ട് വന്ന വെളിച്ചെണ്ണയൊക്കെയാണ് കിടക്കുന്നത്. അന്ന് മേടിച്ചിട്ട് വന്ന വെളിച്ചെണ്ണയുടെ കവറൊക്കെ അതുപോലെ അവിടെ തന്നെ കിടക്കും. കൊമ്പ് കുത്തിയാണ് അമ്മയുടെ ചെവി പോയത്. പക്ഷെ ഒരു സൈഡ് മാറിയിരുന്നെങ്കിൽ അമ്മയും പോയിട്ടുണ്ടാവും. ഇവിടെ ആയിരുന്നെങ്കിൽ. പിന്നെ അമ്മ അവിടെയാണ് കിടന്നത്, ആ കുറ്റിക്കാട്. ഇവിടെയാണ് അന്ന് മേടിച്ച വെളിച്ചെണ്ണയൊക്കെയാണ് ഇവിടെ. പാല് കവറും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ റോട്ടില് കിടന്ന് ന്യൂസുകാരെ അവർക്ക് ക്ലിപ്പ് എടുക്കാൻ വേണ്ടി എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടിട്ടു. അമ്മ അവിടെ അവനാ കല്ലിലുമാണ് അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അമ്മ പിന്നെ അവിടുന്ന് ബോധം വന്നപ്പോഴാണ് അമ്മ നിരങ്ങി ഇങ്ങോട്ട് വന്നത്. ആനകൾ ഒന്നെങ്കിൽ ഈ വഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ പൊളിച്ചിട്ട അവിടെ ആന പൊളിച്ചതാണ് ആ ഒരു വഴി. ആ ഒരു ഇൻസിഡന്റ് നടന്ന ദിവസമാണോ ആ ഒരു വഴി അങ്ങനെ കിടക്കുന്ന കാണുന്നത്? ആണ്. അത് അവിടുത്തെയാണ് ഇതാണ് ചക്കയില് നിറയെ ചക്കകള് പഴുത്ത് കിടപ്പുണ്ട്. അത് ഇടാൻ വേണ്ടി വരുന്നതാണ് അവര്. ഇതേ സ്ഥലത്ത് 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2 ദിവസം മുമ്പ് ഇതേ സ്ഥലത്തുണ്ടായിരുന്നു. അതും ന്യൂസിൽ വന്നു. പക്ഷെ എന്നാ ആന വരലെങ്കിലും കുറയണ്ടേ? അല്ലെങ്കിൽ ഫോറസ്റ്റുകാര് അതിനു വേണ്ട എന്തെങ്കിലും ഇതിവിടെ ചെയ്യണം. അല്ലെങ്കിൽ അവരിവിടെ വന്ന് കമ്പടിക്കുക എന്തെങ്കിലും ചെയ്യണം. ഇപ്പോഴും നമ്മളെ ഇവിടുന്ന് വല്യച്ഛന്മാരുടെ മക്കളൊക്കെ ജോലിക്ക് പോണത്. അവര് 6 മണി 6:30 വരുമ്പോ അവർക്കൊക്കെ പേടിയാണ് ഇപ്പൊ ഈ വഴി വരാൻ. അവന് സംഭവിച്ച പോലെ ഇനി ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല ഈ ഭാഗത്ത്. ഞങ്ങളിപ്പോ എന്താണ് എല്ലാരും ഇവിടുന്ന് വാടകയ്ക്ക് സ്ഥലം, ഞങ്ങളുടെ 1.5 ഏക്കറോളം സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് വാടക വീട് നോക്കുകയാണ്. കാരണം ഇനി എങ്ങനെ ഇവിടെ ഇരിക്കും? ഇപ്പൊ ഞങ്ങൾക്കൊരു വീടില്ല, ഒരു സ്ഥലമില്ല, ഒന്നുമില്ല. വാടകയും കൊടുത്ത് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്.
അതിനൊക്കെ ഒരു മാറ്റം വരണം. അത് ഇവന് ഇങ്ങനെ സംഭവിച്ചത് തുടർന്നാണ് അതിനൊരു മാറ്റം വരണമെങ്കിൽ അങ്ങനെ വരട്ടെ. കാരണം ഇനി ഒരാൾക്കും ഇവിടെ ഇങ്ങനെ സംഭവിക്കും. നമുക്ക് റോഡ്, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്, നമ്മുടെ സ്ഥലത്തിന്റെ കാര്യം എല്ലാത്തിനും നമുക്കൊരു തീരുമാനം നമുക്ക് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന് ഏതറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പോകും. ഇനി ഒരാൾക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതാണ് ഇപ്പൊ എല്ലാവർക്കും പേടി, ഈ വഴി വരാൻ, ഒരാളും ഈ വഴി വരാൻ എല്ലാവർക്കും പേടിയാണ്. ഒന്നാമത് അവന്റെ ഓർമ്മകളും എല്ലാം എല്ലാവർക്കും. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ആൺതരികൾ കുറവാ, 4 പേരാണ്. ഒരെണ്ണം ചെറിയ ആളാണ്, പിന്നെ ഒരു ചേട്ടായി വല്യച്ഛന്റെ മോൻ. ആ ചേട്ടായി ഇവിടെ ഉണ്ടാവാറില്ല, ഷെഫാണ്, അപ്പൊ വേറെ. പിന്നെ ഒരു ചേട്ടായി ഇവിടെ ഇല്ല, അവര് ഹൈദരാബാദിൽ സെറ്റിൽഡ് ആണ്. ഇവിടെ ആനെന്ന് പറഞ്ഞാൽ അവൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടിയെത്താൻ, തെങ്ങ കയറാനാവട്ടെ, അവരെന്തെങ്കിലും കടയിൽ പോകാനാവട്ടെ, എല്ലാത്തിനും ഓടിയെത്തണ ഒരാളവനായിരുന്നു. ബാക്കി ഞങ്ങളെല്ലാം പെൺകുട്ടികളാണ്. ഇപ്പൊ ഞങ്ങൾ ഇത്രയും അവൻ എപ്പോഴും അവനെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ എപ്പോഴും അവൻ പെൺകുട്ടികളുടെ കൂടെ കാരണം ഞങ്ങളുടെ കൂടെയല്ലേ ഇവൻ ഫുൾ ടൈം. ഞങ്ങളെ ആയിട്ടാണ് ഇവന്റെ ഏറ്റവും കമ്പനിയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പൊ അതൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് കാരണമെങ്കിലും ഇവിടെ കുറെ മാറ്റങ്ങൾ വരണം. ഞങ്ങൾക്ക് ഇവിടെ വിട്ട് എന്തായാലും പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇത്രയും സ്ഥലം വിട്ട് ഞങ്ങൾ എവിടെ പോകും? അപ്പൊ അതിനുള്ള തീരുമാനം ഇവരുണ്ടാക്കി തരണം. ഞങ്ങൾക്ക് പുതിയ വീടെങ്കിൽ വീട്, അല്ലെങ്കിൽ ഇവിടത്തെ എല്ലാ പ്രശ്നങ്ങളും അവർ മാറ്റി തരണം. ഇനി ആന വരാത്ത പോലെ അവിടെയൊക്കെ ആനക്കുഴി കുത്തിയിട്ടുണ്ട്. പക്ഷെ പാറയുള്ളവിടെയൊക്കെ ഇവര് കമ്പി മാത്രം കെട്ടി വെച്ചിട്ട് കുഴി വെച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് വരാം. ആ അറ്റത്തും പകുതിക്ക് വെച്ച് ഫെൻസിങ് നിർത്തിയിരിക്കുകയാണ്. അവിടെ ആനയ്ക്ക് വരാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അതിൽ കൂടെ ആനകൾക്ക് പുറത്ത് വരുന്നത്. ആന ജീവിച്ചോട്ടെ, ആന കാട്ടിലെ ജീവിച്ചോട്ടെ, അത് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ജനവാസ മേഖലയ്ക്ക് കയറി വരുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളത്. ഇനിയിപ്പൊ അങ്ങനെ കേറി വരികയാണെങ്കിൽ തന്നെ ഒരപകടവും വരാതെ തടുക്കാനുള്ള വഴികൾ ഫോറസ്റ്റുകാർ നോക്കണം. അവരിവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഇട്ടിട്ട് ഇവിടെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരുന്നിട്ടാണെങ്കിലും അവരത് ചെയ്യണം. അവരുടെ ഭാഗത്തുള്ള അനാസ്ഥ മാത്രമാണ്. ഇപ്പൊ അന്ന് ഈ ഇൻസിഡന്റ് ഉണ്ടായപ്പോ അവര് പറഞ്ഞു ക്യാമറ ഉണ്ട് ഇത്ര ഇവിടെ കാടുകളിലൊക്കെ, അപ്പൊ ഞങ്ങൾക്ക് നോക്കിയാ അറിയാം. അങ്ങനെയാണെങ്കിൽ 2 പേര് നടന്നു വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അവരറിയില്ല. എന്തുകൊണ്ട് അവര് അപ്പൊ തന്നെ ഇൻഫോം ചെയ്യണ്ടേ? ഒരു ഗ്രൂപ്പ്, എന്റെ അനിയന്റെ ഫോണിലെ വാട്സപ്പിലും ഉണ്ടാകും. പക്ഷെ ആ ഗ്രൂപ്പില് പോലും അന്ന് അവൻ മരിച്ചപ്പോ അവന്റെ ഒരു പോസ്റ്റർ ഇങ്ങനെ മരിച്ചു എന്നുള്ളതല്ലാതെ ആന വന്നിട്ടുണ്ട്, നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു സംഭവം പോലും അവര് ഗ്രൂപ്പിൽ ഒരു തരത്തിലും. അവരാണ് ശരിക്കും പറഞ്ഞാൽ കൊന്നതാണ്. അവര് ഒരു തരത്തിലും എന്താ പറയാ, അവരുടെ ഭാഗത്ത് ഈ വീഴ്ച വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അന്ന് വന്നു അമ്മയ്ക്ക് അമ്മയുടെ ചികിത്സക്കുള്ള ധനസഹായവും ധനസഹായം ചെയ്തു അവര്. ധനസഹായം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരാള് പോയി, നമുക്ക് മുന്നോട്ട് ഇവരുടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ നോക്കണം. അത് നമ്മുടെ ഔദാര്യമല്ല, അവരുടെ ഉത്തരവാദിത്വമാണ് അവരെ ചെയ്തിട്ട് പോയത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പോയി. ഇനി നാളെ വേറെ നമ്മളിപ്പോഴും നമുക്ക് സങ്കടം ഇല്ലാണ്ടോ വിഷമവും ഇല്ലാണ്ടോ ഒന്നുമല്ല നമ്മൾ ഇന്റർവ്യൂ വരുന്നത്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോയി, നാളെ വേറെ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ല. ഓക്കെ, ഇതോടുകൂടി ഇത് അവസാനിക്കണം എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇതിന്റെ പിന്നാലെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോകുന്നത്. ഇനിയിപ്പോ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. അമ്മ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല, എനിക്ക് പേടിയാണ്, അമ്മയ്ക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞു. അടുത്ത ആഴ്ച അമ്മയ്ക്ക് ചിലപ്പോ ഡിസ്ചാർജ് ആയിരിക്കും. ഈ വീക്ക് കഴിഞ്ഞ ഇപ്പം ബെറ്റർ ആയി. അമ്മ എണീക്കാൻ പറ്റില്ല, അതൊരു 3 മാസം കഴിഞ്ഞാലേ പറ്റുള്ളൂ. കൊണ്ടുവന്നാൽ ഞങ്ങളുടെ കൂടെ തന്നെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. ഇങ്ങോട്ട് ഇനി ഇല്ല, ഇനി ഇവിടെ ഇരിക്കാനും പറ്റൂല. അവന്റെ ഓർമ്മകൾ വെച്ചിട്ട് ഇവിടെ ഇനി അത് പറ്റില്ല. അലനും അമ്മയും നടന്നു വന്ന വഴിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് അവര് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വന്ന പാക്കറ്റൊക്കെ തന്നെ ഈ ഒരു നമ്മുടെ വഴിയുടെ സൈഡിലായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മാറിയിട്ടാണ് അലന്റെ അമ്മയ്ക്ക് ആക്രമണം നേരിട്ടത്. അതിന്റെ നമുക്കിപ്പോഴും കാണാൻ പറ്റും, ആന കൊമ്പ് കൊണ്ട് കുത്തിയ പാട് ഇപ്പോഴും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അനു പറഞ്ഞതനുസരിച്ച് ആ ഒരു കൊമ്പ് വെച്ച് കുത്തിയതിലാണ് അമ്മയുടെ ചെവി നഷ്ടമായത്. ഒരിത്തിരിയെങ്കിലും അമ്മയൊന്ന് മാറിയിരുന്നെങ്കിൽ അമ്മയുടെ ജീവൻ തന്നെ നഷ്ടമാകാൻ തക്ക ഒരു രീതിയിലുള്ള ആക്രമണമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അത് കാണുമ്പോൾ അത് എത്രത്തോളം തീവ്രത ഉണ്ടായിരുന്നു ആ ഒരു അപകടത്തിന് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഏകദേശം 2 ഭാഗത്തായിട്ട് മതിൽ ഇളകി കിടക്കുന്നുണ്ട്. പക്ഷെ ഈ അലന് ആക്രമണം നേരിട്ടതിന് ശേഷം മാത്രമാണ് ആ ഒരു ഭാഗത്ത് ഒരു വിടവ് പോലെ കാണുന്നത്. ചിലപ്പം ആ വഴി ആയിരിക്കാം അന്ന്
പെട്ടെന്ന് ആന ഇറങ്ങി വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നു. കാരണം ഇതിനടുത്തായിട്ടൊരു പ്ലാവുണ്ട്, അതിൽ നിറയെ ചക്ക കാണുന്നുണ്ട്. ഇതിനായിട്ട് കാട്ടാന ഇറങ്ങി വന്നതിന് ശേഷമായിരിക്കാം ഈ ഒരു ഇൻസിഡന്റ് നടന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ഭാഗത്തായിട്ട് ചക്കയുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കിടന്നിരുന്നതായിട്ടും പറയുന്നുണ്ട്. ഈ രണ്ട് വഴിയിലൂടെ ആയിരിക്കാം ആന വന്നതെന്നാണ് പറയുന്നത്. പിന്നെ 3 ആനകള് അന്ന് നാട്ടിലിറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരെ ആക്രമിച്ചത് എത്ര ആന അതിലുണ്ടായിരുന്നെന്നൊന്നും അറിയില്ല. പിന്നെ ഈ ഒരു കല്ലിന്റെ ഭാഗത്തായിട്ടാണ് അലനെ ഇവര് കാണുന്നത്. അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ട് ഓടി വരുമ്പോൾ അലനെ കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിനുശേഷം ഫോൺ ഏകദേശം അലന്റെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങിയിട്ട് തന്നെയായിരുന്നു ഫ്ലാഷ് അടിച്ചെന്തോ കിടന്നിട്ടുണ്ടായിരുന്ന. അമ്മ ആക്രമണം നേരിട്ട് അത്രയും ഡിസ്റ്റൻസിൽ നിരങ്ങി വന്നിട്ടാണ് ആ ഫോൺ എടുത്തിട്ടാണ് ആനുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അപകടം പറ്റി എന്ന് പറയുന്നത്. ആനുവിനും ആയിരുന്നില്ല അമ്മ പറയുന്നത് എന്താണ്, അപകടം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ആന കുത്തിയിട്ടാണോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. 2ാമത്തെ കോളിലാണ് ആനയുടെ ആക്രമണം മൂലമാണ് ഉണ്ടായെന്നൊക്കെ തന്നെ ആനു ആയാലും മനസ്സിലാക്കിയത്. ഇപ്പം ഇവരുടെ ഏക ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വഴിയൊക്കെ എത്രത്തോളം ദയനീയ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഏകദേശം 9 വീട്ടുകാർ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഈ ഒരു ആന ആക്രമിച്ചുള്ള അപകടം പോലും അല്ലെങ്കിൽ പോലും ഒരസുഖം വന്നാൽ നേരിട്ടൊന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ തന്നെ ഇവര് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച. പിന്നെ പറയുന്നത് കേട്ടില്ലേ, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്നുള്ള പേരേ ഉള്ളൂ, കത്തുന്നില്ല. പിന്നെ അന്ന് ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരുപാട് പേരുടെ അനാസ്ഥ മൂലമാണ് വെറും 22 വയസ്സുള്ള അലന്റെ ജീവൻ നഷ്ടമായത്.